വാട്സപ്പ് ഗൈസ്, ഓഫീസർ ഓൺ ഡ്യൂട്ടി ഞാൻ തിയേറ്ററിൽ പോയി കണ്ട്. ഈ മൂവിയുടെ ജോണർ എന്താണെന്ന് വെച്ചാൽ ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ബേസ്ഡ് ക്രൈം ത്രില്ലറാണ്. ഇങ്ങനെ സിമിലർ ജോണറിൽ നിന്ന് കുറേ മൂവീസ് മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് റീസെൻ്റ്ലി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആസിഫ് അലി സ്റ്റാറർ രേഖാചിത്രമുണ്ട്, പിന്നെ ടൊവിനോ തോമസ് സ്റ്റാറർ അന്വേഷിപ്പീൻ കണ്ടെത്തുമുണ്ട്, പിന്നെ നമ്മുടെ ആസിഫ് അലിയും ബിജു മേനോൻ സ്റ്റാറർ തലവനുണ്ട്. അപ്പോൾ ഈ സെയിം ലൈൻസിൽ കൂടെ പോകുന്ന ഒരു സിമിലർ മൂവിയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. പക്ഷേങ്കിൽ ഒരു മേജർ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഓഫീസർ ഓൺ ഡ്യൂട്ടിക്കകത്ത് സസ്പെൻസ് അല്ലെങ്കിൽ ട്വിസ്റ്റ് മൂവിയുടെ ഒരു മേജർ ആസ്പെക്റ്റ് അല്ല. ഈ മൂവിയുടെ മെയിൻ ആസ്പെക്ട്സ് എന്ന് വെച്ചാൽ നടക്കുന്ന ക്രൈം, ആ ക്രൈമിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലീസ് ഓഫീസറിൻ്റെ ആ ജേർണി, പിന്നെ പുള്ളി ആ ജേർണിയിൽ ഫേസ് ചെയ്യുന്ന ഇമോഷണൽ ആൻഡ് മെൻ്റൽ ട്രോമ, ഇതൊക്കെയാണ് ഒരു ക്യാരക്ടർ ഡ്രിവൺ ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ മൂവിയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഈ മൂവിയുടെ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഈ മൂവിയുടെ ക്രൂ ആണ്, ദ ഫിൽം മേക്കേഴ്സ് ബിഹൈൻഡ് ദിസ് ഫിലിം. ഈ മൂവിയുടെ ഡയറക്ടർ ആയാലും റൈറ്റർ ആയാലും പ്രൊഡ്യൂസർ ആയാലും സിനിമാറ്റോഗ്രാഫർ ആയാലും ഇവരെല്ലാവരും സിമിലർ ജോണറിലെ എസ്റ്റാബ്ലിഷ്ഡ് നെയിംസ് ആണ്. ഈ മൂവിയുടെ ഡയറക്ടർ ജിത്തു അഷ്റഫാണ്. പുള്ളിയുടെ ഡെബ്യൂ ഫിലിമാണ് ആസ് എ ഡയറക്ടർ. പക്ഷേ ഇതിൻ്റെ മുമ്പേ പുള്ളി കുറേ സിമിലർ ജോണറിലെ ഫിലിംസിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ ഹീറോ ബിജുവിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ പുള്ളി നായാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ എലവീഴ പുഞ്ചിരയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പോലീസ് ബേസ്ഡ് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ മൂവീസാണ്. നായാട്ട് എന്ന് പറഞ്ഞൊരു മൂവി, ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ബൈ മാർട്ടിൻ പ്രക്കാട്ട്. മാർട്ടിൻ പ്രക്കാട്ടാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ പ്രൊഡ്യൂസർ. സോ ഹി ഓൾസോ നോസ് വാട്ട് ഈസ് ഡൂയിങ്. പിന്നെ ഈ മൂവിയുടെ സിനിമാറ്റോഗ്രാഫർ റോബി വർഗീസ് രാജ്, പുള്ളിയാണ് റീസെൻ്റ്ലി ഇറങ്ങിയ മമ്മൂട്ടി സ്റ്റാറിങ് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കണ്ണൂർ സ്ക്വാഡിൻ്റെ ഡയറക്ടർ. ഹി ഓൾസോ നോസ് വാട്ട് ഈസ് ഡൂയിങ്. പിന്നെ ഈ മൂവിയുടെ റൈറ്റർ മിസ്റ്റർ ഷാഹി കബീർ, പുള്ളി ഇതിൻ്റെ മുമ്പേ 3 മൂവീസ് ഡയറക്റ്റ് ചെയ്തേക്കുന്നുണ്ട്. 3ഉം പോലീസ് ബേസ്ഡ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സാണ്. ജോസഫ്, നായാട്ട്, എലവീഴ പുഞ്ചിര. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ മൂവിയുടെ പിന്നിൽ വർക്ക് ചെയ്തേക്കുന്ന ക്രൂ, ദേ ആർ ഓൾ വെൽ എസ്റ്റാബ്ലിഷ്ഡ് നെയിംസ് ഇൻ ദിസ് ജോണർ. ഇവരൊക്കെ ഒരു സംഭവമാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഈ മൂവി ഓഫീസർ ഓൺ ഡ്യൂട്ടി എങ്ങനെയാണെന്ന് എന്നോട് ചോദിച്ചാൽ ഒരു ഹൈലി എൻ്റർടൈനിങ്, എൻഗേജിങ്, അൺഹിഞ്ച്ഡ് ക്രൈം ത്രില്ലർ ആണ്. എനിക്ക് പേഴ്സണലി ഈ മൂവി ഇഷ്ടപ്പെട്ട്. സോ ഈ മൂവിയുടെ സ്റ്റോറി എന്തുവാന്ന് വെച്ചാൽ, റീസെൻ്റ്ലി DYSPയുടെ പോസ്റ്റിൽ നിന്ന് സസ്പെൻഡായി ഡിമോട്ടായി തിരിച്ച് CIയുടെ പോസ്റ്റിലെത്തിയ കുഞ്ചാക്കോ ബോബൻ്റെ ഫസ്റ്റ് ഡേ ബാക്ക് ഇൻ ഡ്യൂട്ടിയാണ്. ഫസ്റ്റ് ഡേയിൽ തന്നെ പുള്ളിക്ക് കിട്ടുന്ന 2ാമത്തെ കേസ് ഒരു ഫേക്ക് ഗോൾഡ് റിലേറ്റഡ് കേസാണ്. അപ്പോൾ ഒരു നോർമൽ ഓർഡിനറി കേസായിട്ട് പുള്ളി അന്വേഷിച്ച് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോയ ഒരു കേസാണ്. പക്ഷേ പുള്ളിക്ക് ഇവിടെ കിട്ടുന്ന ഇതിൻ്റെ അകത്ത് വേറെ കുറേ ആസ്പെക്ട്സും ആംഗിൾസും ഉണ്ട്. സെക്ഷുവൽ മൊലസ്റ്റേഷൻ്റെ ആംഗിളുണ്ട്. പിന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം പുള്ളിക്ക് മനസ്സിലാകുന്നത് ഈ കേസ് പുള്ളിയുമായിട്ടും പുള്ളിയുടെ കൊളീഗ്സായ വേറെ കുറേ പോലീസ് ഓഫീസേഴ്സുമായിട്ട് ഡയറക്റ്റ്ലി ലിങ്ക് ആകുന്ന ഒരു കേസാണെന്ന്. അപ്പം പിന്നെ പുള്ളി ഈ കേസ് എങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു, സ്റ്റോറി എങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നു, ഇതൊക്കെയാണ് മൂവിയുടെ ക്രക്സ്. സോ മൂവിയുടെ പോസിറ്റീവ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ, ദ ഫസ്റ്റ് പോസിറ്റീവ് ഈസ് ദ ക്യാരക്ടർ ഓഫ് പോലീസ് ഓഫീസർ ഹരിശങ്കർ is the main character played by കുഞ്ചാക്കോ ബോബൻ. ഒരു വെൽ റിട്ടൺ ക്യാരക്ടറാണ്. ഇതിനെ എനിക്ക് കമ്പയർ ചെയ്യുവാണെങ്കിൽ മെമ്മറീസ്, വൺ ഓഫ് ദ ബെസ്റ്റ് പോലീസ് ബേസ്ഡ് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലേഴ്സ് ടു കം ഔട്ട് ഓഫ് ദ മലയാളം ഫിലിം ഇൻഡസ്ട്രി, മെമ്മറീസ് സ്റ്റാറിങ് പൃഥ്വിരാജ്. അതിൻ്റെ അകത്ത് പൃഥ്വിരാജ് പോർട്രേ ചെയ്തേക്കുന്ന ക്യാരക്ടറിൻ്റെ കൂട്ടാണ്. ഒരു ഡിസ്റ്റർബ്ഡ് ക്യാരക്ടറാണ്, ഗ്രേ ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടറാണ്. ഒത്തിരി ഇമോഷണലി ആൻഡ് മെൻ്റലി അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആയ ഒരു ക്യാരക്ടറാണ്. മെമ്മറീസിൻ്റെ അകത്ത് പൃഥ്വിരാജ് ഒരു ആൽക്കഹോളിക്കാണ്. പുള്ളിയുടെ ജീവിതത്തിൽ ഒരു പേഴ്സണൽ ട്രോമ സംഭവിക്കുന്നു. അത് കഴിഞ്ഞ് പുള്ളി ഒരു ആൽക്കഹോളിക്കായി മാറുന്നു. അതെങ്ങനെ പുള്ളിയെ അഫക്റ്റ് ചെയ്യുന്നു ആസ് എ പോലീസ് ഇൻവെസ്റ്റിഗേറ്റർ, കേസ് അന്വേഷിക്കുന്ന ആൾ. ഇതിൻ്റെ അകത്ത് കുഞ്ചാക്കോ ബോബൻ ഒരു ആൽക്കഹോളിക് ഒന്നുമല്ല, പക്ഷെ പുള്ളിയും സിമിലർലി ഒരു പേഴ്സണൽ ട്രോമയിൽ കൂടെ കടന്നുപോയ ഒരു പോലീസ് ഓഫീസറാണ്. എങ്ങനെ ഈ ക്രൈം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൈം, ആ പേഴ്സണൽ ട്രോമയെ പുള്ളിക്കകത്ത് ഇമോഷണൽ പ്രോബ്ലംസ് കൊണ്ടുവരുന്നു, അതെല്ലാം. അപ്പോൾ ഒരു എന്താ പറയുന്ന ഒരു വെൽ റിട്ടൺ ഇമോഷണൽ ക്യാരക്ടറാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ അന്വേഷിപ്പീൻ കണ്ടെത്തുന്നതിൻ്റെ അകത്ത് ടൊവിനോയുടെ ക്യാരക്ടർ വെച്ച് നോക്കിയാൽ അതൊരു ലീനിയർ ക്യാരക്ടറാണ്. പുള്ളിക്ക് പേഴ്സണലി പ്രശ്നങ്ങളൊന്നുമില്ല.
നടന്നുകൊണ്ടിരിക്കുന്ന കേസൊക്കെ പുള്ളി അന്വേഷിക്കുന്നത്, ദാറ്റ്സ് ഇറ്റ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ദ ക്യാരക്ടർ ഈസ് ഗോയിങ് ത്രൂ എ ലോട്ട് ഓഫ് തിങ്സ്. അതിൻ്റെ കൂടാണ് ഈ സ്റ്റോറിയും പ്രോഗ്രസ് ചെയ്തുകൊണ്ട് പോകുന്നത്. സോ ഇതിൻ്റെ പുള്ളിക്കാരൻ്റെ കുഞ്ചാക്കോ ബോബൻ്റെ ആക്ടിങ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഐ മീൻ ഹീസ് ട്രൈഡ് ഹിസ് ബെസ്റ്റ് ടു portray the role with as sincerity as possible. പുള്ളി ടു ആൻ എക്സ്റ്റെൻറ്റ് സക്സസ്ഫുള്ളുമാണ്. പക്ഷെങ്കിൽ പുള്ളി എന്താ പറയുന്നത്, എഫേർട്ട്ലെസ് അല്ല. എഫേർട്ട്ലെസ് എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ബ്രഹ്മയോഗത്തിൻ്റെ അകത്ത് മമ്മൂട്ടിയെ കാണുമ്പം നമ്മൾ ജനറലി കണ്ടുകൊണ്ടിരിക്കുന്ന മമ്മൂട്ടിയുടെ ആ പിക്ചർ മനസ്സിൽ വരുത്തിയില്ല. ഹീ സോ എഫേർട്ട്ലെസ് ഇൻ ദാറ്റ് ഈവിൾ വൈൽഡ് ക്യാരക്ടർ. നമുക്കത് മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്ത് കുഞ്ചാക്കോ ബോബൻ ഒത്തിരി എഫേർട്ട്ലെസ് അല്ല, പക്ഷെങ്കിൽ ഹീസ് ഡൺ എ ഡീസൻറ്റ് ജോബ്. ഇതിൻ്റെ അകത്തൊരു ക്യാരക്ടർ ഒരു ഡയലോഗ് പറയുന്നുണ്ട് ഇടയ്ക്ക്, പണ്ടത്തെ ചോക്ലേറ്റ് ബോയ് അല്ലേ. ദാറ്റ്സ് എ ഡയറക്റ്റ് റെഫറൻസ് ടു വാട്ട് കുഞ്ചാക്കോ ബോബൻ വാസ്. പണ്ടത്തെ ചോക്ലേറ്റ് ബോയ് ആണ്. ഇപ്പം പുള്ളിയുടെ റേഞ്ച് എല്ലാം മാറി, പുള്ളി സീരിയസ് റോൾസും കോമഡി റോൾസും എല്ലാം ചെയ്യുന്നുണ്ട്. ആൻഡ് ഈസ് ഡൂയിങ് എ ഗുഡ് ജോബ്. സോ ഇൻ ദിസ് മൂവി ഓൾസോ ഈസ് ഡൺ എ പ്രിറ്റി ഗുഡ് ജോബ്. സോ ദാറ്റ്സ് ദ ഫസ്റ്റ് പോസിറ്റീവ്. Second positive of the film is the music and background music, man. Jakes Bijoy ആണ് മ്യൂസിക് ഡയറക്ടർ. ഹീ ഹാസ് കുക്ക്ഡ്. പുള്ളി പൊളിച്ചിരിക്കുകയാണ്. മൂവിയുടെ ഫസ്റ്റ് ഹാഫ്, എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫ് എന്ന് കാണുന്ന നമ്മൾ കാര്യങ്ങൾ, അതിൻ്റെ കൂടെ നടക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രമല്ല, മൂവിക്കകത്ത പാട്ടുകളും എല്ലാം അതൊക്കെ പീക്ക് ലെവലാണ്. നമ്മളിങ്ങനെ പിടിച്ചിരുത്തും സ്ക്രീനിൻ്റെ മുമ്പിൽ. ഞാനൊക്കെ ആ ഫസ്റ്റ് ഹാഫൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടി ഓടി ഇങ്ങനെ, ജേക്സ് ബിജോയ് വേറെ ലെവൽ എത്തിയല്ലോ. പുള്ളി സുഷിൻ ശ്യാമിനെ കോമ്പീറ്റ് ചെയ്യാനുള്ള ആ ലെവൽ പുള്ളി എത്തി. അടിപൊളി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. ഇൻ്റർവെലിൻ്റെ മുമ്പേ ഒരു ഇമോഷണൽ സോങ് ഉണ്ട്, പേരെന്തുവാന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേങ്കിൽ ആ സോങ്ങും സ്ക്രീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഗൂസ് ബംസ് ഒക്കെ വന്ന്. So that's the level of background music that he has composed and music that he has composed. പിന്നെ ഈ മൂവി പറയുവാണെങ്കിൽ തേർഡ് പോസിറ്റീവ് എന്നും പറയാം, ഒത്തിരി ഇൻറ്റൻസ് ആൻഡ് അൺഹിഞ്ച്ഡ് ആണ് ഇൻ ടേംസ് ഓഫ് ദ വയലൻസ് ഷോൺ, ഇൻ ടേംസ് ഓഫ് ദി ആക്ഷൻ. എന്ന് വെച്ചാൽ ഈ മൂവി തുടങ്ങുമ്പം തന്നെ ദ ഫസ്റ്റ് സീൻ വിച്ച് എസ്റ്റാബ്ലിഷസ് ദ ക്യാരക്ടർ ഓഫ് പോലീസ് ഓഫീസർ ഹരിശങ്കർ ഇസ്, പുള്ളി പോലീസ് സ്റ്റേഷനിൽ കയറി വരുമ്പം തന്നെ ഒരു ചെറിയ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഫീമെയിൽസ് ആണ് ഇൻവോൾവ്. അപ്പം പുള്ളി നേരെ ഒരു സ്ത്രീയുടെ മുട്ടും കൊണ്ട് ഒറ്റൊരു അടിയാണ്. ഇങ്ങനെ ജനറലി നമ്മൾ കാണാറില്ലല്ലോ. ആസ് പെർ റൂൾസ് ഓൾസോ ഫീമെയിൽസ് ക്യാൻ ഓൺലി ബി ഇൻവെസ്റ്റിഗേറ്റഡ് ആൻഡ് ബൈ എ ഫീമെയിൽ പോലീസ് ഓഫീസർ. പക്ഷേ ആ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരു ഫീമെയിൽ പോലീസ് ഓഫീസർ ഇല്ലായിരുന്നു. പക്ഷേ ഇയാൾ ആങ്കർ ഇഷ്യൂസ് ഉണ്ട്, ദേഷ്യമുണ്ട്, അൺഹിഞ്ച്ഡ് ആണ്. പുള്ളി മൂട്ടുമടക്കി ഒറ്റ ഒരു ചവിട്ടാണ് ഒരു സ്ത്രീക്ക് വെച്ച്. അപ്പം അതൊക്കെ കാണുമ്പം തന്നെ വി ആർ ടേക്കൻ അബാക്ക്. പക്ഷെങ്കിൽ ദാറ്റ് എസ്റ്റാബ്ലിഷസ് ദ ക്യാരക്ടർ. സിമിലർലി ഈ മൂവിക്കകത്ത് നടക്കുന്ന ആക്ഷനും വയലൻസും എല്ലാം വെൽ കൊറിയോഗ്രാഫ്ഡ് ആണ്, പക്ഷേ ഒത്തിരി അൺഹിഞ്ച്ഡ് ആണ്. ദ സിനിമാറ്റോഗ്രാഫി ഈസ് സച്ച് ദാറ്റ് ആക്ഷനും വയലൻസും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പം ക്യാമറ ക്യാരക്ടേഴ്സിൻ്റെ ഒത്തിരി ക്ലോസ് ആണ്. അപ്പോൾ അത് കാരണം നമ്മൾ തന്നെ ആ ആക്ഷൻ സീക്വൻസ് ഒത്തിരി ഇമേഴ്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ അതിൻ്റെ കൂടെ സൗണ്ട് ഡിസൈൻ, എസ്പെഷ്യലി കത്തിയും കൊണ്ട് കുത്തുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ടും, പിന്നെ ഒരു മെറ്റൽ റോഡും കൊണ്ട് വെച്ച് ഒറ്റ ഒരു അടി തലയ്ക്ക് കിട്ടുമ്പം അതിൻ്റെ സൗണ്ട് എല്ലാം അത് ഒത്തിരി റിയലായിട്ട് തോന്നും. ദാറ്റ് ആഡ്സ് ടു ദി ഇമേഴ്സീവ് എക്സ്പീരിയൻസ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ആഡ്സ് ടു ദി ഓവറോൾ അൺഹിഞ്ച്ഡ് നേച്ചർ ഓഫ് ദ ഫിലിം. അതിൻ്റെ കൂടെ ഈ BGMും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സൗണ്ട് ഡിസൈനും നല്ല ആക്ഷനും ഇമേഴ്സീവ് ആക്ഷനും ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഒരു കോമ്പിനേഷനായി വരുമ്പം എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫ് നമ്മളിങ്ങനെ പിടിച്ചിരുത്തും നമ്മളിങ്ങനെ സ്ക്രീനിലോട്ട്. സോ ലൈക്ക് ദീസ് ആർ ദ പോസിറ്റീവ്സ് ഓഫ് ദ ഫിലിം. പിന്നെ ദർ ആർ സർട്ടൻ ഡിസ്കഷൻ പോയിൻറ്റ്സ് എന്ന് വെച്ചാൽ ഈ മൂവിയുടെ നെഗറ്റീവ് ക്യാരക്ടേഴ്സായിട്ട് പ്ലേ ചെയ്യുന്ന ഒരു ജനറൽ മലയാളം ഫിലിം ഇൻഡസ്ട്രി കാണുന്ന ഒരു വലിയ മാഫിയയോ ഡോണോ അങ്ങനൊന്നുമല്ല, ഈവിൾ സൈക്കോ കില്ലറോ അങ്ങനൊന്നുമല്ല. ഇതെന്ന് വെച്ചാൽ ബാംഗ്ലൂർ ബേസ്ഡ് യൂത്ത്സ് ആണ്. ഡ്രഗ്സൊക്കെ അടിച്ച് ഓൾവേസ് ഹൈ ആയി നടക്കുന്ന യൂത്ത്സ് ആണ്. ഇവരാണ് ഈ മൂവിയുടെ, വൈശാഖ് നായറാണ് അവരുടെ ഗ്യാങ്ങിൻ്റെ ലീഡർ. ട്രെയിലറിൻ്റെ അകത്ത് തന്നെ ഇതൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാകും. സോ ഇവർ ഐ മീൻ ദർ ആർ ടു ആസ്പെക്ട്സ് ടു മൈ ആർഗ്യുമെൻറ്റ്. നമ്മൾ ഒരു മൂവിക്കകത്ത് ഡ്രഗ്സൊക്കെ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന കാണുമ്പോഴും പിന്നെ ഇതൊക്കെ യൂസ് ചെയ്യുന്നതും ഇവരൊക്കെ പാർട്ടി ചെയ്ത് മറ്റവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതൊക്കെ കാണുമ്പം ഇതൊക്കെ കണ്ടിട്ട്
വേണമെങ്കിൽ നമുക്ക് ഇവരെന്തുവായി ചെയ്യുന്നതെന്ന് പറഞ്ഞ് നമുക്കതൊരു ലേണിംഗ് ലെസനായിട്ട് ഇങ്ങനെ നമ്മൾ ജീവിക്കാൻ പാടില്ല, കാരണം നമ്മൾ ഇങ്ങനെ ജീവിച്ചാൽ നമ്മുടെ സ്ഥിതി ഇങ്ങനെ ആയിപ്പോവും, അതൊരു ലേണിംഗ് ലെസനായി മാറാം. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ മൂവിക്കകത്ത് ഈ ഡ്രഗ്സൊക്കെ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പം ഇവരൊക്കെ പാർട്ടി ചെയ്യുമ്പോഴും ഒക്കെ യൂസ് ചെയ്തേക്കുന്നത് നല്ല ക്യാച്ചി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും നല്ല പാർട്ടി ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയറും ഇംപ്രഷനബിൾ മൈൻഡ്സ്, ചെറിയ പിള്ളേരെ ഒക്കെ ഈസിലി അട്രാക്റ്റ് ആകാൻ പറ്റുന്ന ഒരു വേയിലാണ് ഇവരെ പൊട്രേ ചെയ്തേക്കുന്നത്, നല്ല മ്യൂസിക്കും അറ്റ്മോസ്ഫിയറും. അപ്പം അതൊക്കെ കണ്ട് ചെറിയ പിള്ളേരും യൂത്ത്സും വേണമെങ്കിൽ ഇൻഫ്ലുവൻസ് ആകുകയും ചെയ്യാം. സോ ആസ് ഐ സെഡ്, ദർ ആർ 2 ആർഗ്യുമെൻറ്റ്സ്. വൺ, ഇത് കാണുമ്പം നമ്മളിങ്ങനെ ആകാൻ പാടില്ല, ഇങ്ങനെ ആയാൽ ഇതായിരിക്കും നമ്മുടെ സ്ഥിതി എന്ന് വെച്ചൊരു തോട്ട്, അതൊരു പോസിറ്റീവ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നെഗറ്റീവ് എന്ന് വെച്ചാൽ നല്ല ക്യാച്ചി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ക്യാച്ചി സിനിമാറ്റോഗ്രാഫിയും ഒക്കെ യൂസ് ചെയ്യുന്ന നല്ല സ്റ്റൈലായിട്ടാണ് ഇവരിതൊക്കെ പാർട്ടി ചെയ്യുന്നതും ഇവരൊക്കെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതും ഒക്കെ ഷൂട്ട് ചെയ്തേക്കുന്നത്. അത് കണ്ട് ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ആവുകയും ചെയ്യാം. സോ ഐ മീൻ, നിങ്ങളുടെ വ്യൂസ് എന്തുവാണ് ഈ ആസ്പെക്ട്സിനെ കുറിച്ച്? പുട്ട് ഇറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്. സോ അതർ ദാൻ ദാറ്റ്, there are certain nitpickings. എഡിറ്റിംഗ് ചില ആസ്പെക്ട്സിൽ പോരായിരുന്നു. There's a saying ki when you are so good at what you do, even the slight lapses, even the little lapses are very noticeable. അതാണ് മൂവിയുടെ ടെക്നിക്കൽ ആസ്പെക്ട്സ് എന്ന് വെച്ചാൽ പീക്കാണ്. പക്ഷെങ്കിൽ ചില 2-3-4 പോയിൻറ്റ്സിൽ എഡിറ്റിംഗ് വളരെ കാഷ്വലായിട്ട് തോന്നി. അപ്പോൾ അതൊത്തിരി നോട്ടീസ് ചെയ്യാൻ പറ്റി. കാരണം ദ മൂവീസ് അറ്റ് ദിസ് ലെവൽ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഈസിലി നോട്ടീസ് ചെയ്യും. ആൻഡ് ദെൻ ഓവറോൾ സെക്കൻഡ് ഹാഫ് വരുമ്പം മൂവിയുടെ ഗ്രാഫ് ഇച്ചിരി ഇങ്ങനെ കുറയും. അത് എൻഗേജ്മെൻറ്റിനെ കുറിച്ചായാലും ഞാൻ പറഞ്ഞില്ല, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും അതൊക്കെ ഇച്ചിരി ഒരു കാഷ്വലായി വരും. പക്ഷെങ്കിൽ ക്ലൈമാക്സ് ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം അത് ബാക്ക് ഓൺ ട്രാക്ക് വരും. അപ്പം ഓവറോൾ ഒരു ഗുഡ് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ബേസ്ഡ് ക്രൈം ത്രില്ലർ എക്സ്പീരിയൻസ് ആയിരുന്നു. തിയേറ്ററിൽ പോയി കാണണോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ ഐ വുഡ് റെക്കമെൻഡ് ടു ഗോ വാച്ച് ദിസ് ഇൻ ദ തിയേറ്റർ. ഞാനിതൊരു ഡോൾബി തിയേറ്ററിലാണ് കണ്ടത്. അപ്പോൾ ആ സൗണ്ട് എഫക്ട്സും BGM ഈ സ്ക്രീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇൻറ്റൻസ് കാര്യങ്ങളും ഇതൊക്കെ ഒരുമിച്ച് വന്നപ്പോൾ എന്നെ നല്ലപോലെ പിടിച്ചിരുത്തി ഈ മൂവി. അപ്പോൾ അതൊരു ഗുഡ് തിയേറ്റർ വാച്ചിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. സോ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ വാച്ച് ദിസ് ഇൻ ദ തിയേറ്റേഴ്സ്. നാളെ ശിവരാത്രിയുടെ ഹോളിഡേ ഒക്കെ അല്ലേ, തിയേറ്ററിൽ പോയി കാണാം. സോ ദാറ്റ്സ് മൈ റിവ്യൂ ഓഫ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. See you in the next video. Bye.